അതിനെതിരെ വളരെ കുടില തന്ത്രങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എയറിലുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് നല്ലതാണോ എന്ന് മാത്രം അന്വേഷിക്കും. കഥകളും കെട്ടുകഥകളും എല്ലാം വരും. ഓരോ വീഡിയോയുടെയൊക്കെ പകുതിയും മൂലയൊക്കെ മുറിച്ചിട്ടിട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി, സംസാരിച്ചാൽ ഞാൻ പറയുന്നതൊന്നുമല്ല ശരി, സത്യവും അതല്ല എന്ന് പറയുന്ന ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ചില തീവ്രവാദ ചാനലുകളും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. 5 വർഷമാണ് ഇവരൊക്കെ ചേർന്ന് തുലപ്പിച്ചു തരാൻ സാധിക്കും. ആ 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ വോട്ടിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നതിന് നിങ്ങൾക്കറിയാവുന്ന അവസ്ഥകൾ മുഴുവൻ പരിശോധിക്കുക. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം, അത് എൻ്റെ ആയാലും മറ്റാരുടെ ആയാലും, അത് വ്യക്തമായി മനസ്സിലാക്കി ഒരു കാര്യം ഞാൻ വാഗ്ദാനം ഉറപ്പിച്ച് പറയുന്നു, അത് ഇലക്ഷൻ കഴിഞ്ഞാലും ഞാൻ പറയും. ഞാൻ നിങ്ങളുടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങില്ല. കേരളത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾ തിരഞ്ഞെടുത്ത ഇതെനിക്ക് ചങ്കുറപ്പോടെ പറയാൻ പറ്റും. ഇത് ഞാനിപ്പം തന്ന വാഗ്ദാനം നടപ്പിലാക്കി എടുക്കുന്നതിന് എനിക്ക് ആരുടെയും ഔദാര്യവും പിന്തുണയും ആവശ്യമില്ല. എൻ്റെ നേതാക്കൾ, ഭരണത്തിലെത്തുന്ന എൻ്റെ നേതാക്കളുടെ പിന്തുണ മാത്രം മതി. അതെനിക്ക് വാഗ്ദാനം. ഞാൻ കാര്യങ്ങൾ തേനും പാലും ഒഴുക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും എന്ത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിലനിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതിനും എത്രയോ മേലെ അത് നമുക്ക് ചെയ്ത അനുഭവത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും സന്തോഷം പകരുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്ന് പറയുന്ന ചിന്തയിൽ നിർത്തിക്കൊണ്ടായിരിക്കും 2029 ഭഗവാൻ അനുഗ്രഹിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നു.